നാഷണൽ എൻ.ജി.ഒ കോൺഫെഡറേഷന്റെ സാമ്പത്തിക സഹായത്തോടെ ജനസേവ സമിതി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 350 വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ചവറ ദർശൻ CMI പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാർത്ഥിനിക്ക് ലാപ്ടോപ്പ് നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് P.S. ഗോപിനാഥൻ നിർവഹിച്ചു. കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ അനന്തുകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ N. മധു അധ്യക്ഷനായിരുന്നു. ജനസേവ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മേരി CG, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷാരോൺ പനക്കൽ, വാർഡ് മെമ്പർ ബിജു പഴമ്പിള്ളി, KCM ITI പ്രിൻസിപ്പൽ ഫാദർ ജോബി കോഴിക്കോട്ട്, ഫെഡറേഷൻ ഭാരവാഹികളായ ബീന സെബാസ്റ്റ്യൻ, KU രഞ്ജിത്ത്, റെഡ് ക്രോസ് പറവൂർ താലൂക്ക് ബ്രാഞ്ച് പ്രസിഡന്റ് വിദ്യാധര മേനോൻ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, ട്രസ്റ്റ് ഫെസിലിറ്റേറ്റർമാർ എന്നിവർ സംബന്ധിച്ചു. പരിപാടിയോടനുബന്ധിച്ച് MES എഞ്ചിനീയറിംഗ് കോളേജ് കമ്പ്യൂട്ടർ വിഭാഗം മേധാവി പ്രൊഫസർ രമേശ് സെമിനാർ നയിച്ചു. ഞാൻ തിരിച്ചു നടക്കാവേ. എന്റെ അല്ല ഇന്നത്തെ സ്ഥിതി എന്താ? അവിടെ നിന്ന് എവിടെ നമ്മൾ എത്തിയിരിക്കുന്നു? നമ്മളെല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ടെക്നോളജി എക്സ്പീരിയൻഷ്യൽ ഗ്രോത്ത് എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻഷ്യൽ ഗ്രോത്ത് ഭയങ്കര പെട്ടെന്നാണ് ടെക്നോളജി വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നുവെച്ചാൽ 85-89 കാലഘട്ടത്തിൽ ഞങ്ങളോട് ഒരു പക്ഷേ ഞങ്ങളുടെ അധ്യാപകർ ഇതിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഞങ്ങളുടെ അധ്യാപകരോട് പറയുകയാണ്, നിങ്ങൾ ഗ്രോ ചെയ്ത് ഒരു 2015-20 ആകുമ്പോഴേക്കും യു വിൽ ഹാവ് എ എന്തെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് തന്നിരിക്കുന്ന സമയം 4 മണി വരെയാണ്. സോ താങ്ക് യു. ഇത്ര സ്പീഡിലൊക്കെ നടക്കും ഞാൻ. Thank you. Let me talk. സഭയെ സംബന്ധിച്ചത് ജസ്റ്റിസ് P.S. ഗോപിനാഥൻ സാറ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓംബുഡ്സ്മാനാണ്. സാറും ഇത്തരം നല്ല പ്രവർത്തനങ്ങളുടെ കൂടെ ഭാഗമാവാൻ താല്പര്യമുള്ള സഭയെ സംബന്ധിച്ചത് ജസ്റ്റിസ് P.S. ഗോപിനാഥൻ സാറ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓംബുഡ്സ്മാനാണ്. സാറും ഇത്തരം നല്ല പ്രവർത്തനങ്ങളുടെ കൂടെ ഭാഗമാവാൻ താല്പര്യമുള്ള. അടുത്തതായി നാഷണൽ NGO കോൺഫെഡറേഷന്റെ ദേശീയ ചെയർമാൻ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആമുഖ പ്രസംഗത്തിലും ഇന്നത്തെ യോഗത്തിന്റെ പ്രസക്തിയെ പറ്റി പറയുകയുണ്ടായി. ജനസേവാ സമിതി ട്രസ്റ്റിന്റെ ഒരു സഹായ സംഘടനയായ റെഡ് ക്രോസിന്റെ വിജയ്ക്ക് നൽകാനായി അനന്തകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. അമീർ അബ്ബാസിനെ നൽകുവാനായി ബീന സെബാസ്റ്റ്യൻ മാമിനെ ക്ഷണിക്കുന്നു. അമീർ അബ്ബാസ് അഫ്സൽ വിജയ് ഒന്ന് പാസ് ചെയ്യും. അഫ്സൽ വിജയന് നൽകാനായി ബീന മാമിനെ ക്ഷണിക്കുന്നു. ഒരു അനുഭാവത്തോടെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ KU രഞ്ജിത്ത്, അദ്ദേഹവും നമ്മുടെ എല്ലാ പരിപാടിയുടെ കൂടെ എല്ലാ കാര്യത്തിലും വളരെ അശ്വിനിക്ക് നൽകാനായി ഫാദർ ജോബി കോഴിക്കോട്ട് അച്ഛനെ വിളിച്ചു. അശ്വിൻ നിർമ്മൽ മെച്ചപ്പെടുത്തുവാനും ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ മറ്റ് സർക്കാർ ഇതര ഏജൻസികളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രോജക്റ്റുകൾ
അത്തരം പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുവാനും കാലാകാലങ്ങളിൽ സന്നദ്ധ സംഘടനകൾക്കിടയിൽ നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുവാനും ഇതിനേക്കാളൊക്കെ ഉപരി ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ ഒരുമിച്ച് നിന്ന് ചെയ്യുവാനുമുള്ള ഒരു സാഹചര്യമാണ് കോൺഫെഡറേഷൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സക്സസ് ആയിട്ട് ആ യാത്ര മുൻപോട്ട് നീങ്ങുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ ആരംഭിച്ചു വെച്ചിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്. സാമൂഹ്യ ഗോപിനാഥൻ സാർ, ചടങ്ങിൽ സംബന്ധിക്കുന്ന എറണാകുളം ജില്ലയുടെ കോൺഫെഡറേഷന്റെ സെക്രട്ടറി, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സന്നദ്ധ സംഘടനകളിൽ ഒന്നായ കൾച്ചറൽ അക്കാദമി ഫോർ പീസ്, അതിന് ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ മേഡം, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ എല്ലാം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഏകോപനം ചെയ്ത് JSSലൂടെ പറവൂരിലേക്ക് അല്ലെങ്കിൽ ആലപ്പുഴയെ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക്, വനിതകൾക്കൊക്കെ കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സദാ ജാഗ്രതയോടുകൂടി ഇടപെടൽ നടത്തുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട മേരി മേഡം, മറ്റ് വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ രഞ്ജിത്ത് സാർ ഉൾപ്പെടെയുള്ള കോൺഫെഡറേഷന്റെ ഭാരവാഹികൾ, മറ്റുള്ളവരാരൊക്കെയാണ് പേര് ഞാൻ എടുത്തു പറയുന്നതിൽ എല്ലാ വിശിഷ്ട അതിഥികളും, സദസ്സിലുള്ള JSSന്റെ ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷകർത്താക്കൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും അതിന് വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കേണ്ടിയിരുന്ന കോൺഫെഡറേഷന്റെ ദേശീയ ചെയർമാനും കേരളത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ സായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ആനന്ദകുമാർ സാർ, അദ്ദേഹം എറണാകുളത്തുണ്ട്. പക്ഷെ ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂസ് യാത്രകളായതുകൊണ്ട് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് എത്തുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആശംസകൾ എല്ലാവരോടും അറിയിക്കും. ഇന്ത്യ ഡിജിറ്റലി അതിൻ്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് നിങ്ങൾ വരും കാലങ്ങളിൽ ഒരു അംബാസഡറായി NGO കോൺഫെഡറേഷന് ശക്തി പകരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി NGO ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.